Hello guys, once again welcome back to another episode of Travel with Sini Roshin. അപ്പോൾ ഇന്നും നമ്മൾ ഒരു ട്രാവൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളത്തിന് ശേഷം എന്ന് വെച്ചാൽ ഒരു 5-6 മാസത്തിന് ശേഷം 2025 നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണിത്. ഓക്കെ, സോ നമുക്ക് ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട്ണർ, നിങ്ങൾ വിചാരിക്കും സ്പോൺസർ ചെയ്ത ആരുമാണെന്ന്, അല്ല, നമ്മുടെ ഡ്രോണിന് ഒരു അപകടം പറ്റിയായിരുന്നു. ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടെ ഫയർ വർക്ക്സ് നടക്കുമ്പം ആ ഫയർ വർക്ക്സ് നടക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അത് ഡ്രോൺ ഷൂട്ട് എടുത്ത ഡ്രോൺ വ്യൂ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ഡ്രോൺ എടുത്ത് പറത്തിയായിരുന്നു. പറത്തിയപ്പോൾ തന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ എന്തോ കാറ്റുണ്ടായിരുന്നു അന്ന്. കാറ്റുള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഡ്രോൺ താനേ പറക്കുമായിരുന്നോ അതോ ഇനി ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ താനേ അത് മുകളിലോട്ടോ റോഡിൻ്റെ സൈഡിലോട്ടോ എങ്ങാണ്ട് പോയി. പക്ഷെ റോഡിൻ്റെ സൈഡിലോട്ട് നേരെ തിരിച്ച് വന്നിട്ട് മരത്തിൽ തട്ടി താഴെ വീണു. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം ഡ്രോൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണെന്ന് നമ്മൾ നോക്കിയില്ല. സോ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ആദ്യം ഡ്രോണിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അത് വർക്കിംഗ് ആണോ എന്നൊന്ന് നോക്കണം. അതിന് വേണ്ടി നമുക്കൊരു ടെസ്റ്റ് നടത്തിയിട്ട് വന്നാലോ? സോ ആദ്യം പോയി ടെസ്റ്റ് നടത്തിയിട്ട് വരുന്ന വീഡിയോ നിങ്ങൾ കാണും, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രോണിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ആലോചിക്കണം. ഇനി ഡ്രോൺ ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യം നമുക്ക് പോയിട്ട് ഒരു ഡ്രോൺ ടെസ്റ്റ് നടത്തിയിട്ട് വരാം. മിനിമോൾ പാസ്സാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മിനിമോൾ നമ്മുടെ ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ് ഗായ്സ്. സോ മിനിമോൾ ഈസ് ഓൾസോ കമ്മിങ് വിത്ത് അസ്. ഇനി പോയിട്ട് നമുക്ക് പാക്കിംഗ് ഉണ്ട്. ഇതാണ് ബണ്ണി പാർക്ക്. ഇതാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള പാർക്കാണ്, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കാണ് ബണി പാർക്ക്. ബട്ട് ബണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല. ബണി ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഡ്രോൺ ടെസ്റ്റ് പാസ്സായി, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം നമ്മൾ യൂറോപ്പിൽ ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 2025 ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഒരാൾ കൂടെ വരാൻ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും കൂടെ ആരാ വരുന്നതെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സർപ്രൈസായിട്ട് വെച്ചിട്ട് ഇടണമെന്നൊക്കെ ഉണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. സോ നമുക്ക് ഞങ്ങൾ ഇതുവരെ പോവാത്ത ഒരു കൺട്രിയാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഗോണ ബി അവർ 21st കൺട്രി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നമ്മളെല്ലാം സെറ്റായി, എല്ലാ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ സെൻറ്റ് പാൻക്രാസിലോട്ട് പോകണം. അതിൽ സെൻറ്റ് പാൻക്രാസിലോട്ട് നമ്മൾ ട്യൂബിലാണ് പോണത്. ട്യൂബിൽ സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട്, ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷെ നമ്മൾ ഇൻ്റർനാഷണൽ അല്ല അവിടെ നിന്ന് പോകുന്നത്. അവിടെ നമ്മൾ നമ്മുടെ കൺട്രിയിലുള്ള ട്രെയിനിലോട്ട് തന്നെയാണ്, നമ്മൾ ലൂട്ടൻ നിന്നാണ് പോകുന്നത്. സോ ലൂട്ടനിലോട്ടുള്ള ട്രെയിനിൽ കയറണം. എന്നിട്ട് ലൂട്ടനിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്, നമ്മൾ വിസയർ വഴിയാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ കൂടെ വരാനുള്ള ആൾ ലൂട്ടനിൽ വരും. എന്നിട്ട് ഇനി ബാക്കി അവിടെ ചെന്നിട്ടോ അല്ലെങ്കിൽ പോണ വഴിയിലോ ഞാൻ സംസാരിക്കുകയോ കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Once again, welcome back to another episode of Travel with Sini Roshin. അതെ, എനിക്കിപ്പോഴും ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ബാഗുമായിട്ട് നിന്റെ ബാഗും മാറണ്ട, മനസ്സിലായല്ലോ?
എനിക്ക് വല്ല വേണ്ട. സമയം 1:57. ഇപ്പോഴേ അജുവിന് വിശക്കണമെന്നാ പറയണത്. 5 ദിവസത്തെ ട്രിപ്പാണ്. 5 ദിവസത്തെ ട്രിപ്പാണ്. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇപ്പൊ ഫുഡ് കഴിച്ചാ നാളെ നോമ്പെടുക്കോ? നാളെ നോമ്പാണ്. അല്ലെങ്കിൽ നോമ്പെടുത്ത് 5 ദിവസം എങ്ങനെ പിന്നെ തീറ്റി പോയിട്ടെന്ന് എനിക്കറിയില്ല. വന്നിരിക്കുകയാണ് ഇപ്പൊ തിന്നാൻ വേണ്ടി. സത്യം പറ. How is it? ഇത് തിന്നണ്ട കേട്ടാ, ഫോയിൽ പേപ്പർ. അങ്ങനെ സമയം 2:45. നമുക്ക് ഫ്ലൈറ്റ് 6:10 3 മണിക്കൂർ മുമ്പ് ഓപ്പൺ ചെയ്യുള്ളായിരിക്കും. സോ 3:10 ആവുമായിരിക്കും കയറ്റി വിടാനായിട്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾക്കാരൊന്നും വേറെ ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് പോണതിൻ്റെ സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. അതേസമയം ഒരു ചെറിയ വിഷമം കൂടി ഉണ്ട്. വേറൊന്നുമല്ല, എമ്പുരാൻ റിലീസ് ആവുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് റിലീസായി കാണാമായിരിക്കും. ഇവിടെ ഏതോ ഒരു ലണ്ടനിലൊരു സ്ഥലത്ത് ഫാൻ ഷോ ഉണ്ട്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ കുറച്ച് നേരത്തെ മീൻസ് എൻ്റെ ലീവ് കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത ലീവായിരുന്നു. അപ്പോൾ ആ ലീവിൻ്റെ സമയത്ത് ട്രാവൽ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അത് നടന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇതേപോലെ ആയിരുന്നു കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോഴും ഞങ്ങൾ തായ്ലൻഡിലായിരുന്നു. അവിടെ ഇത് റിലീസ് ആവുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാ. അല്ലെങ്കിലും പൃഥ്വിരാജിൻ്റെ സിനിമയോ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഫിലിമൊന്നും നമുക്കിതുപോലെ കാണാൻ പറ്റില്ല. എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ. ഇത് കഴിഞ്ഞു, ഞാൻ പുതിയത് മേടിക്കാൻ പോവാ. അതിന് എനിക്ക് എന്തിനാണ്? എനിക്ക് വേണ്ട, നീ വാങ്ങിക്കുക കുടിക്കുക എന്താ വെച്ചാൽ കാണിക്കും. വന്നതും തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ്, ഒരു റാപ്പ്, ഒരു കുപ്പി യോഗ ഡ്രിങ്ക്, ഇതെല്ലാം കയറ്റി. ഇനി 5 ദിവസത്തിൽ എന്തൊക്കെ കയറ്റാൻ കിടക്കണമെന്ന് ആർക്കറിയാം. അപ്പോൾ ഗൈസ്, അതാണ് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ എന്തായാലും എമ്പുരാൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആൾക്കാർ വന്ന് നിൽക്കണ കണ്ടില്ലേ? ഒരാൾ നിൽക്കണ കണ്ട അങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മൾ നേരെ ഗേറ്റിലോട്ട് പോവാണ് കേട്ടോ. ഗേറ്റ് 5:25 പറയത്തുള്ളൂ. അതുവരെ നമ്മളിത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം എന്ന് വിചാരിച്ച് നടക്കുവാണ് കേട്ടോ. ആ 5:25 നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. എന്നിട്ട് 6 മണിക്കായിരിക്കും ബോർഡിങ്. ചെറിയൊരു ഒക്കെ കഴിഞ്ഞ് എണീറ്റ് ഇല്ല ഇല്ല ഇത് ഞാനിപ്പോ വിയറ്റ്നാം, തായ്ലൻഡ്
ഇത് നോക്കിയോ, ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും ഇല്ലേ. ഞാനാ എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ പോകും. റോഡ് കണ്ട വെതർ എന്താണെന്നറിയോ, നമ്മൾ ഇന്ന് എന്താഴ്ചയാണ്, വ്യാഴാഴ്ച മുതൽ നമ്മൾ പോകുന്ന ചൊവ്വാഴ്ച വരെ മഴയാണ്. ചൊവ്വാഴ്ചയാണ് ഇച്ചിരി വെട്ടം പുറത്ത് വരുന്നത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് വിസ മൊബൈലിലെടുത്തോ അത് കൊടുത്തോളൂ. അവര് ജസ്റ്റ് നോക്കി, അതായത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതല്ല, അപ്പം നമ്മൾ ഓൺലൈനിൽ പ്രൂവ് യുവർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എടുത്തതിന് ശേഷം അതവർ ചെക്ക് ചെയ്തിട്ട് നമ്മളടുത്ത് പൊക്കോളം പറയും. നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കാറ് ബുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മൾ ആദ്യമായിട്ടാണ് വേറൊരു കൺട്രിയിൽ പോയിട്ട് കാറ് റെൻ്റ് എടുക്കാൻ പോകുന്നത്. എന്താണെന്ന് അറിയില്ല. ആൻഡ് വെതറിൻ്റെ കാര്യം എന്തായാലും മൂഞ്ചി. നമ്മൾ വെതർ എന്തായാലും ഫുള്ള് നമ്മൾ തിരിച്ചു പോകുന്നത് വരെ മഴയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കനിവ് കാണിച്ച് ഇപ്രാവശ്യം വെതർ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ഭാഗ്യമുണ്ടെന്ന് വിചാരിക്കാം. സോ അത് ചോദിച്ചു നോക്കുക എങ്ങനെയാന്ന്. അപ്പോൾ കൂടുതലല്ലേ അല്ലേ? നമ്മളിപ്പം കാർ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഓടിക്കാൻ അറിയില്ല. ഫ്രണ്ടിലിരിക്കുന്ന ആളെ ഓടിക്കുന്നത് കണ്ട് എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ എങ്ങനെയാണ് കാർ ഓടിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് തന്നെ. അങ്ങനെ നമ്മളെ കാറ് കിട്ടി ഗൈസ്. ഇതാണ് നമ്മുടെ കാർ. അജു കാറ് കിട്ടിയ പാടെ കയറി ഇരിക്കുന്നുണ്ട്, പഠിക്കാൻ കയറി ഇരിക്കുക. അപ്പം നമ്മൾ Booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്ത് അപ്പം തന്നെ അവിടെ അവരുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് അവർ നമ്മളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവരുടെ ഷട്ടിൽ വാനിൽ പിക്ക് ചെയ്തിട്ട് ഇവിടെ അവരുടെ ഓഫീസിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം, ബുക്കിംഗ് കൺഫർമേഷനും പേയ്മെൻറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അവർ കീ തന്നു. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഓഫ് റോഡ് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ. കാരണം നമ്മൾ ഫുള്ളി കവേർഡ് ഇൻഷുറൻസ് അല്ലാത്തത് കൊണ്ട്
കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. സോഫാർ വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ഉണ്ടാവും, നമുക്ക് നോക്കാം. ഓഫ് റോഡൊന്നും ഓടിക്കരുത്. ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കൂ. കുറച്ച് നേരത്തെ അജിൻ റാപ്പിനോട് പുച്ഛമായിരുന്നു, ഇപ്പൊ മാക്കും തിന്നാണ്. പിടിക്കാൻ അതാക്കി കൊടുക്കട്ടോ. ഇവിടുന്ന് റൗണ്ട് അബൌട്ട് ആണ്, അതാണ്. അങ്ങനെ കുറച്ച് നേരം മഴയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് എവിടെയെങ്കിലും നിർത്താം എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പം മുതൽ ഇതായിരുന്നു അവസ്ഥ. ഭയങ്കര മഴയായിരുന്നു, അടിപൊളി മഴയായിരുന്നു കേട്ടോ. 20 മിനിറ്റ് ഉള്ളു വിചാരിച്ചിട്ട് പുസ്തകം വിടാ വിചാരിച്ചാ അടുപ്പത്തിൽ കുറഞ്ഞ ഇതും ഒരു ഫീലാ, ജോളിയാ തന്നെ ഇருக்கு. ரொம்ப நல்லா இருக்கு. ഇറങ്ങണില്ല കേട്ടാ, മഴപ്പൊക്കം. 6 കിലോമീറ്റർ. കുഴപ്പമില്ലടാ, ആള് മകനെ പറയാ എന്താ പിന്നെ. അപ്പൊ നിനക്കിത് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചോണ്ട് നിക്കണം. തരടിക്കുന്നോക്ക് തരണ്ടി കളിക്ക് ഇവിടെ വന്നിരുന്നിട്ട്. ഓ സോ ബ്യൂട്ടിഫുൾ. അതുപോലെ ഇട്ടല്ല, എന്തോ ഒരു വ്യത്യാസം ഉണ്ട് അവിടെ. ബ്യൂട്ടിഫുൾ. റോഷൻക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലാസ് കേട്ടോ. മലയാളി ബ്യൂട്ടിഫുൾ. സീമക്കൊന്നയും കൊണ്ട് വരണം അമ്മച്ചി. ഓ വിശ്വാ പറയല്ലോ ശരിക്കും. നിനക്ക് മറ്റേ എനിക്ക് ഈ ഹാരിസ് ഹോട്ടൽ മതി, വേറെ നിനക്ക് മറ്റേ സ്ഥലം നിനക്ക് മറ്റേ ഒരാൾ ശരിക്കും അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തിച്ചേരും ഗൈസ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിന്റെ എത്തിയിരിക്കുകയാണ്. ഓ അത് നോക്ക്, അവിടെ മഴ പെയ്യാണ്. അവിടെ കടലിന്റെ നടുവിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? ലുക്ക് അറ്റ് ദാറ്റ്. I like the blue.
അടച്ചോനെ. ആ ഇത് റിസപ്ഷൻ അവിടെ ഉണ്ട്. ആ ഒരു ലോക്കായ ഹോട്ടൽ പോലെ. ഇവിടെ സോ ഗൈസ് ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അവിടെ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓഫ് പൊട്ടിയ ഇത് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. ആൻഡ് ഇവിടെ ഒരു റൂമുണ്ട്. Look at the view, guys. It is like I'll show them. Here. ഓ ഇവിടെ നോക്കുമ്പോൾ സുന്ദരികളായ യുവതികൾ നീന്തി കളിക്കേണ്ടതാണ്. However, look at the നോക്കണം, ഇതൊക്കെ നോക്ക്, ഫുള്ള് beautiful. ഈ ഹോട്ടലിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, വേറെ ആരും ഇല്ല. ഇത്രയും മേലെയാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ സ്ഥലം എവിടെയാണെന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ. റോഷൻ ബൈ പറ.